ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ കെ ആർ ഗോപേഷ് ചോദിക്കുകയായിരുന്നു, എന്താണ് ബി ജെ പിക്ക് എൻ ഡി എക്ക് ഇത്ര വലിയ വിജയം എന്ന് പറഞ്ഞാൽ യോഗേന്ദ്ര യാദവോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ ഉയർപ്പ് പ്രവചിച്ചവരെ ഒക്കെ അസ്ഥാനത്തായിക്കൊണ്ട് 300, 401 പറയുന്നുണ്ട്, 373, 352 എന്ന് പറഞ്ഞാൽ ആധികാരികമായി 2019 മുകളിലേക്ക് ആ സീറ്റ് നില ഉയർത്തും എന്നുള്ളതാണ്. താങ്കൾ ഈ സർവേ ഫലങ്ങളെ മുഖവിലക്കെടുക്കുന്നുണ്ടോ ശ്രീ ഫസൽ ഗഫൂർ? നമ്മൾ ഇത് മുഖവിലക്കെടുത്തോ ഇല്ലെന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇതിൽ ഞാൻ ബി ജെ പിക്ക് അത്ര വലിയ വിജയം കാണുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ 350 എടുക്കുക, ആവറേജ് 350 എടുത്തു കഴിഞ്ഞാൽ ടി ഡി പി പാർട്ടിയുടെ പുതിയതായിട്ട് വന്നു ചേർന്ന 10-15 സീറ്റും പിന്നീട് മടങ്ങി വന്ന ജെ ഡി യു പാർട്ടിയുടെ 10-11 സീറ്റും വരും. പിന്നെ എൻ സി പി ഷിൻഡെയുടെയും NCP അജിത് പവാറിൻ്റെയും ഷിൻഡെയുടെ പാർട്ടിയുടെയും എല്ലാം കൂടി ഏകദേശം 30 സീറ്റ്, എൻ്റെ 30-35 സീറ്റ് പൊളിറ്റിക്കൽ മാനുവറിങ്ങിലൂടെ അവർക്ക് നേരിടാൻ പറ്റി. പിന്നെ നോർത്ത് ഈസ്റ്റിലെ ഒരു 10 സീറ്റ് ഉണ്ട്, അത് സ്ഥിരം ഭരണത്തിലിരിക്കുന്ന അവരുടെ കൂടെ ഉണ്ടാവും. അത് നമ്മൾ കിഴിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എത്ര സീറ്റ് മോഡിക്ക് മുമ്പുണ്ടായിരുന്നോ അത്ര തന്നെ സീറ്റ് ഉള്ളൂ എന്നുള്ളതാണ്. അത് ഞാനപ്പോൾ ഇതിനൊരു പൊളിറ്റിക്കൽ വിക്ടറി ആയിട്ടാണ് കാണുന്നത്, ഹിന്ദുത്വയുടെ വിക്ടറി ആയിട്ടൊന്നും കാണുന്നത്. ഹിന്ദുത്വം ഒറിജിനലി അവർ ഹിന്ദുത്വം തന്നെയാണല്ലോ, അവർ ആദ്യം തൊട്ടിട്ടേ ഹിന്ദുത്വമാണ്, ഇപ്പോഴും ഹിന്ദുത്വമാണ്. അപ്പോൾ അതിന് നമ്മൾ അതിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് പുറമെ ഞാൻ ചർച്ച കേട്ട് നിങ്ങൾ പറയണ തന്നെ 20 മുസ്ലിം കാൻഡിഡേറ്റിനെ മുസ്ലിമുകൾ 30-50% വോട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ തൊട്ടിട്ട് ബറേലി വരെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഇവരെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അവിടെ തന്നെ അവർ രാഷ്ട്രീയ ലോകദളിനെ അവിടെ നിന്ന് മറിച്ചു. ജാട്ട് വോട്ട്, ഈസ്റ്റേൺ യു പിയിലെ ജാട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പൊളിറ്റിക്കൽ വിജയമാണ്, മനസ്സിലല്ലേ? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രൈം ക്വസ്റ്റ്യൻ അതല്ല, ഈ വന്ന കണക്കുകൾ റിയലിസ്റ്റിക് ആണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഈ കണക്ക് ഞാൻ മുമ്പ് നിങ്ങളുടെ ചാനലിലും ഏഷ്യാനെറ്റിലും ഏകദേശം ഇതുമാതിരി ഒരു കണക്കാണ് പറഞ്ഞത്. മാത്രമല്ല ബി ജെ പിയുടെ ശിവശങ്കർ ഞാനും കൂടെ മാതൃഭൂമി ചാനൽ ബെറ്റ് വെച്ചിട്ടുണ്ട്. അവർ 400 കടക്കും എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞ 300-350 കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബേസിക്കലി വൈകാരികമായിട്ടുള്ള ഈ വിജയത്തെ ഇതിനെ കാണുന്നത്. ചോദിക്കാനല്ലോ ഡോക്ടർ, ഇത് നരേന്ദ്രമോദിയുടെ 3rd ടേം ആണ്, 3ാം തവണയാണ്. അപ്പോൾ ആന്റി ഇൻകുംബൻസി ഇല്ല ഗ്രൗണ്ടിൽ ഒരിടത്തും. ബി ജെ പി അവരുടെ പൊന്നാപുരം കോട്ടകളിൽ അത് കോട്ടയായി തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സൗത്തിലേക്ക് കുറെ കൂടി, ഞാൻ എക്സിറ്റ് പോൾ മാത്രം വെച്ചാണ് പറയുന്നത്, എക്സാക്ട് പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സൗത്തിലേക്ക് കുറെ കൂടി ഇറങ്ങി വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൽ അവർക്ക് ക്ഷീണം സംഭവിച്ചില്ല. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ട് നോർത്ത് ഈസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ആം ആദ്മി പാർട്ടി കോൺഗ്രസും ഒരുമിച്ചിട്ട് ഡൽഹിയിൽ മാറ്റം ഉണ്ടാകുന്നില്ല. പഞ്ചാബിൽ ബി ജെ പി കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നരേന്ദ്രമോദിയുടെ 3rd ടൈമാണ്. 2 തവണ കഴിഞ്ഞിട്ടും ആന്റി ഇൻകുംബൻസി ഇല്ലാതെ ബി ജെ പി സർക്കാർ വീണ്ടും ജനവിധി തേടുന്നു. അതിൽ കഴിഞ്ഞ തവണത്തെ അത്രയും താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 350-അടുത്ത് സീറ്റുകളെയോടെ എൻ ഡി അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. ഇന്ത്യ പോലെ ഇപ്പോൾ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയത്തും. അല്ല, അത് മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ എന്താണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവിടെ ആളെ നിർത്തി വോട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ബി ജെ പിയുടെ ഈ 2024 പുതിയ സ്ട്രാറ്റജി അല്ല. 2019 കണ്ടു, 2014 അതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ സ്ട്രാറ്റജി അല്ല. അപ്പോൾ ആ സ്ട്രാറ്റജിയെ അതിജീവിക്കാൻ ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഏറ്റവും നന്നായി ജെല്ലായ സമയത്ത് പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് ആ മേഖലയ്ക്ക് നിരാശപ്പെടാനുള്ള സ്കോപ്പാണ് അല്ലെങ്കിൽ ഫാക്ടറാണ്, അല്ലേ ശ്രീ ഫസൽ ഗഫൂർ? അല്ല ഹാഷ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ ഇല്ലാന്ന്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇവിടെ വിട്ടാൽ DMK ഇതിൽ ഖാദർ മൊയ്തീൻ ജയിച്ചു വരുന്നതല്ലാതെ വേറെ എവിടെയെങ്കിലും ആ പാർട്ടി ഉണ്ടാവും. മജ്ലിസ് ഇത്തഹാദീനുൽ മുസ്ലിമീൻ OICയുടെ അത് നമ്മുടെ തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും കുറച്ച് സീറ്റ്. ഡോക്ടർ, കാര്യത്തിൽ താങ്കൾ പറഞ്ഞൊരു മുസ്ലിം വോട്ട് ബാങ്ക് ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. അത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു സംഘപരിവാർ വിരുദ്ധ മുസ്ലിം വികാരം എന്നത് ഉണ്ടെന്ന് താങ്കൾ അംഗീകരിക്കുമല്ലോ? അത് ഞാൻ അംഗീകരിക്കും. കാരണം അതവർ 100 കൊല്ലമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്, മനസ്സിലല്ലേ? അവർ അതിനെ തടുത്തത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെയാണ് അതിനെ തടുത്തത്. അതവരുടെ ഇതിൻ്റെ ബേസിക് പ്രിമൈസസ് അതാണല്ലോ, മനസ്സിലല്ലേ? അതായത് ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ജപ്പാനിൽ ആറ്റം ബോംബ് ഇട്ടിട്ട് 10 കൊല്ലം കഴിഞ്ഞപ്പോഴെന്താ ജപ്പാൻകാർ അമേരിക്കയുടെ അലയൻസിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും അവർ അമേരിക്കയുടെ അലയൻസിലാണ്. ഞാൻ ഹിറോഷിമയിൽ പോകുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവിടെ മ്യൂസിയത്തിൽ വെക്കുന്ന ആൾ പറഞ്ഞതെന്ന് അറിയോ, അതൊക്കെ പഴയ പൊളിറ്റിക്സ് അല്ലേന്ന്. നമ്മുടെ പൊളിറ്റിക്സ് എവിടെയെന്നറിയോ?
ഇപ്പോഴും കിടക്കണം. ഈ മുഹമ്മദ് ബിൻ കാസിം 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്നു, അത് ഇത് ചെയ്തു. പിന്നെ നമ്മുടെ എന്താ പറയുക, ഗസ്നി ഇവിടെ വന്നിട്ട് സോമനാഥ് ക്ഷേത്രം നശിപ്പിച്ചു. ഔറംഗസീബ് ഇവിടെ വന്നിട്ട് കാശി ക്ഷേത്രം നശിപ്പിച്ചു. അപ്പോൾ വി ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഒരു ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതൊരു വസ്തുത. അതല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, അത് മാത്രമാണെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അതിൽ ദർ ഇസ് എ സോഷ്യൽ എഞ്ചിനീയറിങ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ധ്രുവീകരണം തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന മുസ്ലിം ധ്രുവീകരണം മാത്രമല്ല, മണ്ഡൽ കമ്മീഷൻ, മണ്ഡലൈസേഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സിന് ഇവർ പൊളിച്ചത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസിന് പാർട്ടികളുണ്ടാക്കി. ഉദാഹരണം JDU. അപ്പുറത്ത് മറ്റേ പാർട്ടി ഉണ്ടാക്കി, മഹാദളിതുകൾക്ക് പാർട്ടി ഉണ്ടാക്കി. അതാണ് ഈ മറ്റേ പാസ്വാന്റെ പാർട്ടി, മനസ്സിലായ. ഇപ്പുറത്ത് മായാവതിയുടെ പാർട്ടി ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ അലയൻസിലുള്ള ടീമുകളൊക്കെ നല്ല മുന്തിയ ടീമുകളാണ്, മനസ്സിലല്ലേ. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. RJDയുടെ സരണിൽ മത്സരിക്കുന്നത് റോഹിണി ആചാര്യ, അതായത് ലാലുവിൻ്റെ മകള്. പട്ടലിപുത്രയിൽ മത്സരിക്കുന്നത് മിസ ഭാരതി. 2 മക്കളും മന്ത്രിമാരായിരുന്നു, ഒരാൾ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇങ്ങനെ കുടുംബ വാഴ്ച നടത്തുന്നു ഈ റീജിയണൽ പാർട്ടീസൊക്കെ എല്ലായിടത്തും. ഞാൻ എല്ലായിടത്തും നിങ്ങൾക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആവശ്യമില്ല, DMK തൊട്ടിട്ട് TRS വരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും കൂടെ നമ്മൾ കണക്കിലെടുക്കണ്ടേ. ഒരു നെഗറ്റീവ് വോട്ട് ഇവർക്കുണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ആ പാർട്ടികൾ പിളരുന്നു. എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കിക്കോളൂ, ഈ റീജിയണൽ പാർട്ടികൾ പിളരെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ അതിൻ്റെ കൂടെ ഒരു പുഷ് എന്നുള്ള നിലക്ക് അവരുടെ പഴയ അജണ്ട അവർ പുഷ് ചെയ്യുന്നു. അപ്പോൾ ആ പഴയ അജണ്ട നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾ കാശ്മീരിൻ്റെ ഇതും എല്ലാം അങ്ങനത്തെ എല്ലാം കൂടെ കൂടിയിട്ട് രാമജന്മഭൂമി എല്ലാം കൂടെ കൂടിയിട്ട് അവർ പുഷ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, രാമജന്മഭൂമി ഇഷ്യൂ ഉണ്ടായതിനു ശേഷം, വേണമെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാം, ഉണ്ടായതിനു ശേഷം ആണ് മായാവതി അവിടെ ജയിച്ചില്ലേ ഒറ്റയ്ക്ക്. അതേമാതിരി തന്നെ അഖിലേഷ് യാദവ് ജയിച്ചില്ലേ അവിടെ ഒറ്റയ്ക്ക്. ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ജയിച്ചില്ലേ ബീഹാറിൽ. ഞാൻ പറയാറില്ലേ, പട്നക്കും അയോധ്യക്കും ഇടയിൽ ആകെ 400 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പുറത്ത് 400 കിലോമീറ്ററിൽ അയോധ്യ ഉണ്ടാക്കിയതിനു ശേഷം ഡോക്ടർ ഞാൻ എൻ്റെ ചോദ്യം അവിടെയാണ്. അതായത് ഈ നമ്മൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞുവല്ലോ, മമതാ ബാനർജിയും അഖിലേഷ് യാദവും ജയിച്ചു, എന്തുകൊണ്ടാണ് ഭരണ തുടർച്ച ഉണ്ടാകാതിരുന്നത് എന്നൊരു സംഗതി കൂടി അവിടെ ഉയരുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത്, ഈ 2 ടേം കഴിഞ്ഞിട്ടും മോദി എന്നൊരു നേതാവിനെ വീണ്ടും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കേവലമായ സോഷ്യൽ എഞ്ചിനീയറിംഗിന് അപ്പുറത്തേക്ക് ചില കാരണങ്ങൾ കൂടി ഉണ്ടാവില്ല. ഇപ്പോൾ 80 കോടി കുടുംബങ്ങൾക്ക് സൗജന്യമായ റേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ശുദ്ധജലം എന്നത് കിട്ടാക്കനിയായിരുന്ന ഗ്രാമങ്ങളിലേക്ക് പൈപ്പ് വെള്ളം ശുദ്ധജലം കിട്ടുന്നു, വീടുകൾ ഉണ്ടാകുന്നു, കറണ്ട് വരുന്നു, അതുപോലെ ഗ്യാസ് വരുന്നു. ഇപ്പം ഞാൻ നേരത്തെ ഒരു കണക്ക് പറയായിരുന്നു, നമ്മളുടെ ഈ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന പ്രകാരം 1 രൂപയ്ക്ക് സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു രസകരമായ കണക്ക്, വോട്ട് രേഖപ്പെടുത്തിയതിൽ അധികവും വനിതകളാണ്, വനിതാ വോട്ടർമാരാണ് ഇത്തവണ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഇന്നത്തെ കണക്കേ ഉള്ളൂ വരാൻ. അപ്പം ഇത് നമ്മൾ വിസ്മരിച്ചുകൊണ്ടാണോ സംസാരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ബാക്കിയൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ ഇതിനെ നമ്മൾ അങ്ങ് തമസ്കരിക്കണോ? അല്ല, അത് ഒരു കോമ്പിനേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, 1 കാസ്റ്റ് എഞ്ചിനീയറിങ്, 2 ആൻറ്റി മുസ്ലിം പ്രൊപ്പഗാൻഡ, 3 അവർ ചെയ്തിട്ടുള്ള ഗുണങ്ങളുണ്ടാവും, ഞാൻ അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതാണല്ലോ ഇവർ ചോദ്യം ചെയ്യുമ്പോൾ ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞാൽ. അല്ല, പ്രൊപ്പഗാൻഡയാണല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയാം. അതായത് നമ്മൾ പറയാമല്ലോ, പബ്ലിക് എൻലൈറ്റൻമെൻറ്റ് ആൻഡ് പ്രൊപ്പഗാൻഡ എന്നാണ് മിനിസ്ട്രിയുടെ പേര്, ജീബൽസിൻ്റെ. അപ്പോൾ അതേമാതിരി പ്രൊപ്പഗാൻഡയാണ്. ഇപ്പോൾ ഉദാഹരണം രാജീവ് ഗാന്ധിയുടെ കാലത്ത് തൊട്ട് നടപ്പാക്കിയിട്ടുള്ള പല കാര്യങ്ങളെയും, ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം വേറെ പേരിൽ വേറെ ഇതിൽ വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.